ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജി സ്റ്റോറീസ് ബൈ ഗായത്രി ഗോപിനാഥൻ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഡേ 4 ഗുൽമാർഗിലാണ് കേട്ടോ. ഗുൽമാർഗിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഗൊണ്ടോലോ റൈഡ്, അതായത് കേബിൾ കാർ റൈഡാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് അത്യാവശ്യം വലിയ ദൂരമൊന്നുമില്ല, പക്ഷേ നമ്മൾ പകുതി ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെയുള്ളവർക്കൊക്കെ കുറച്ച് മുട്ടുവേദനയും കാലുവേദന അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഓട്ടോയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഓട്ടോ എന്ന് പറയുമ്പോൾ 4 പേർക്ക് 100 രൂപ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ഗുൽമാർഗ് കേബിൾ കാർ റൈഡ് എൻട്രി പോയിന്റിലേക്ക് എത്തി. ആക്ച്വലി ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരിക്കുന്നു, പക്ഷേ അകത്ത് കയറിയപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ടിക്കറ്റ് എല്ലാം കാണിച്ച് നേരെ എൻട്രൻസ് പോയിന്റിലോട്ട്, അതായത് കേബിൾ കാർ ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ നേരെ കയറുമായിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ആ താഴെ കാണുന്ന ഒരു തെരുവായിരുന്നു. താഴെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല തിരക്കായിരിക്കും, ഇപ്പോഴെങ്ങനെ കയറാൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെ അകത്ത് കയറി നമ്മുടെ കേബിൾ കാർ മൂവ് ചെയ്ത് തുടങ്ങി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആക്ച്വലി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വലിയ മഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, സ്നോഫോളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫേസ് 2 ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഫേസ് 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഫേസ് 2 പോയവർ പറഞ്ഞു അത്യാവശ്യം നല്ല സ്നോ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിതേ ഫേസ് 1 എത്തി. ഫേസ് 1 ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് സ്വീറ്റ് ഐറ്റംസ്, പിന്നെ നമ്മുടെ ഈ ബേൽപൂരി അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പശ്മീന ഷോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും. പിന്നെ നമുക്ക് ഒരു കാം ആൻഡ് പീസ്ഫുൾ വൈബായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് കാശ്മീരി കുൽച്ച, നമ്മുടെ കൊപ്രയുടെ ചെറിയൊരു ഐറ്റം. പിന്നെ പേടയിൽ തേങ്ങ കൊത്തിട്ട് എങ്ങനെ ഇരിക്കും, അതാണ് സംഭവം. പക്ഷേ ടേസ്റ്റ് വൈസ് ഇറ്റ്സ് അമേസിങ്, അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ബൈറ്റൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ഇത് പശ്മീന ഷോളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി നിങ്ങളിത് കേക്ക് കേട്ടോ, മുഹമ്മദ് അലി സാറിൻ്റെ കുറച്ച് വോയിസ്. कश्मीर बढ़िया है, ये इस मेहमान नवाजी कर रहे हैं, यहाँ टूरिस्ट आए हैं, यहाँ बर्फ भी पड़ने वाला है, बहुत अच्छा है कश्मीर। गुलमर्ग ही वाज प्रेजेंट फर्स्ट फेज में बात कर रहा हूँ. ആളെടുത്ത് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലുണ്ട്, വീഡിയോയ്ക്ക് നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നിൽക്കാമല്ലോ, അതിനെന്താന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര ഒരു ഫ്രണ്ട്ലി നേച്ചറായിരുന്നു കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ നമ്മളിവിടെ വരുന്നതും ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ എന്താ പറയുക, അതിഥി സൽക്കാരത്തിന് പേര് കേട്ട ഒരു നാടും കൂടെയാണ് കാശ്മീർ കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ഫേസ് വാട്ടിയിട്ട് നേരെ നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് എത്തി കേട്ടോ. താഴെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് പ്രത്യേകിച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ട്രാവലർ കിടന്ന ആ ഒരു പാർക്കിംഗ് ലോട്ടിലോട്ട് പോയി കേട്ടോ, ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച്. ബിക്കോസ് നമുക്ക് അന്ന് തന്നെ നൈറ്റ് നമുക്ക് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണമുണ്ടായിരുന്നു. ബിക്കോസ് ട്രാഫിക് കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ മിസ്സാകാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ സ്റ്റേ ചെയ്തത് ഒരു പഞ്ചാബി ഹോം സ്റ്റേയിലായിരുന്നു. ഇതാണ് ഹോം സ്റ്റേ, ഈ നൈറ്റ് വ്യൂ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കാശ്മീർ വ്ലോഗ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്. അപ്പോൾ ബൈ.